ഇന്ത്യക്കും റഷ്യയ്ക്കും കടുത്ത വിമർശനവും പരിഹാസവും ഉയർത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഡെഡ് ഹാൻഡ് ഓർമ്മപ്പെടുത്തിയാണ് റഷ്യ മറുപടി നൽകിയത്. പിന്നാലെ റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചു ട്രംപ്. ഇപ്പോൾ നടക്കുന്ന വ്യാപാര യുദ്ധം മറ്റൊരു യുദ്ധത്തിന്റെ കാഹളം മുഴക്കുകയാണോ? വിശദമായി നോക്കാം. യുക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റിന് പുതിയ സമയപരിധി ട്രംപ് നിശ്ചയിച്ചതിന് പിന്നാലെയാണ് പോരാട്ടം കൂടുതൽ കനത്തത്. പുടിൻ 50 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യയുടെ എണ്ണയ്ക്കും മറ്റു കയറ്റുമതികൾക്കും നേരെ കടുത്ത തീരുവ ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. പിന്നാലെ ട്രംപ് അന്ത്യശാസനം കളിക്കുകയാണെന്നായിരുന്നു റഷ്യയുടെ പരിഹാസം. ഓരോ പുതിയ അന്ത്യശാസനവും ഭീഷണിയുമെല്ലാം യുദ്ധത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്നും റഷ്യൻ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് ആരോപിച്ചു. ഇരുവരും തമ്മിലുള്ള ചൂടുപിടിച്ച വാദപ്രതിവാദങ്ങൾ പിന്നീട് യുദ്ധഭീഷണിയിലേക്ക് വരെ എത്തി. ഇതിനിടയിലാണ് ട്രംപിനെ ചൊടിപ്പിക്കാനായി മെദ്വദേവ് ഡെഡ് ഹാൻഡ് എന്നൊരു പരാമർശം നടത്തിയത്. തൊട്ടു പിന്നാലെ റഷ്യയ്ക്ക് സമീപം 2 ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ഉത്തരവിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ സൈനിക പ്രോട്ടോകോൾ അനുസരിച്ച് അന്തർവാഹിനികൾ എവിടെയാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. എന്താണ് ഡെഡ് ഹാൻഡ്? എന്താണ് ഡെഡ് ഹാൻഡ്? മെദ്വദേവിന്റെ ഈ ഓർമ്മപ്പെടുത്തലിൽ ട്രംപ് ഭയന്നോ? അങ്ങനെ ഭയക്കേണ്ട ഒന്നാണോ ഇത്? സാങ്കേതിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമുണ്ടാക്കിയ കാലയളവാണ് ശീതസമരകാലം. GPS, ഇന്റർനെറ്റ് തുടങ്ങിയ അനേകം ഉപകാരപ്രദമായ കണ്ടെത്തലുകൾക്കൊപ്പം തന്നെ അതീവ ശേഷിയുള്ള ആണവായുധങ്ങൾ ഉൾപ്പെടെ നശീകരണ സംവിധാനങ്ങളും വികസിക്കപ്പെട്ടു. ഇക്കൂട്ടത്തിലൊന്നാണ് ഡെഡ് ഹാൻഡ്. ഒരു വലിയ ആണവാക്രമണത്തിലൂടെ മുഴുവൻ റഷ്യൻ നേതൃത്വത്തെയും നശിപ്പിക്കാൻ ആരെങ്കിലും മുതിർന്നാൽ പ്രായോഗികമാക്കാനുള്ള ബ്രഹ്മാസ്ത്രമാണിത്. അങ്ങനെ സംഭവിച്ചാൽ പോലും ആണവായുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ഈ സംവിധാനത്തിലൂടെ അവർക്ക് കഴിയും. പൂർണ്ണമായും ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നതാണ് ഈ സംവിധാനം. മനുഷ്യനിൽ നിന്ന് ഒരു നിർദ്ദേശം പോലും വേണ്ട. ഡെഡ് ഹാൻഡ് എന്ന് പാശ്ചാത്യ ലോകം വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും പെരിമീറ്റർ എന്നാണ് റഷ്യ ഈ സംവിധാനത്തിന് നൽകിയിട്ടുള്ള പേര്. ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് ആണവാക്രമണം നടന്നാലാണ് പെരിമീറ്റർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുക. ഇത് സജീവമാകുന്നതോടെ റേഡിയോ പോർമുനയുമായി ഒരു മിസൈൽ റഷ്യയിലുടനീളം പറക്കും. ഈ മിസൈൽ രാജ്യത്തുടനീളമുള്ള എല്ലാ ആണവ മിസൈൽ സൈലോകളിലേക്കും കമാൻഡ് സെന്ററുകളിലേക്കും ന്യൂക്ലിയർ മിസൈലുകൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാനുള്ള കമാൻഡുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇത്തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തങ്ങളുടെ മേൽ ഏതെങ്കിലും രാജ്യം ആണവാക്രമണം നടത്തിയാൽ ആ രാജ്യം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുന്ന സംവിധാനമാണിത്. പെരിമീറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന സ്ഥിരീകരണം സോവിയറ്റ് യൂണിയൻ ഒരിക്കലും നൽകിയിട്ടില്ലായിരുന്നു. എന്നാൽ 2011 റഷ്യ സ്ഥിരീകരണം നൽകി. തങ്ങളെ ആക്രമിക്കുന്ന ശത്രുക്കളെ തങ്ങൾ തീർച്ചയായും നശിപ്പിക്കുമെന്നതാണ് ഡെഡ് ഹാൻഡിലൂടെ റഷ്യ ഉയർത്തുന്ന സന്ദേശം. പല രാജ്യങ്ങളെയും വിരട്ടുന്നത് പോലെ റഷ്യയെ വിറപ്പിക്കാമെന്ന് അമേരിക്ക കരുതുന്നില്ല. മറിച്ച് സാമ്പത്തിക ഉപരോധത്തിലൂടെ തളർത്താമെന്ന തന്ത്രവും വിലപ്പോകുന്നില്ല. അതിന് കാരണം റഷ്യയ്ക്കുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും വ്യാപാര പിന്തുണ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പുതിയ നീക്കം എന്തെന്നത് നിർണായകമാണ്. റഷ്യയുടേത് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന നൊബേലിന് മേലുള്ള ചെക്കായും വിലയിരുത്താം.